RSS ഇപ്പോ ഈ കാര്യം ഇന്നിപ്പോ ഒരു പത്രക്കാർ പോലും എഴുതിയിട്ടുണ്ട്, മനോരമയിൽ വാർത്തയില്ല. ഞാൻ രാവിലെ ആദ്യം മാരക ഭക്ഷണം കഴിക്കും. ഞാൻ രാവിലെ ആദ്യം ഒരു 6:30 മണിക്ക് മാരക ഭക്ഷണം കഴിക്കും. അതിനുശേഷം അതിന്റെ കൂടെ എലി ഭക്ഷണം കഴിക്കും. ഇത് രണ്ടും ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ മരുന്ന് കഴിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ്? ഞാൻ പേരൊന്നും പറഞ്ഞിട്ടില്ല, ജനത്തിന് മനസ്സിലായി. ഞാൻ ആദ്യം മാരക വിഷം കഴിക്കും, പിന്നെ എലിവിഷം കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ശാശ്വതമായി ഇറങ്ങുന്നതിന് വേണ്ടി, ജീവൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി കഴിക്കുന്ന ഒരു മരുന്നുണ്ട്. ആ മരുന്നിന്റെ പേരാണ് ദേശാഭിമാനി. മനസ്സിലായ? അപ്പോ ഇന്നലെ 2 പത്രത്തിലും ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വാർത്തയുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോ ആ ബോംബ് സ്ഫോടനത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും CPM-ന്റെ പ്രവർത്തകരുടെ തലയിൽ വെച്ചില്ലേ ഈ നാട്ടിലെ മാധ്യമങ്ങൾ? എന്തേ മൂത്താന്തറയിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ബോംബിന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ? മൂത്താന്തറ എന്ന് പറയുന്ന പ്രദേശം CPM-ന്റെ കേന്ദ്രമാണോ? കോൺഗ്രസിന്റെ കേന്ദ്രമാണോ? മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രമാണോ? ഇത് സാധാരണഗതിയിൽ ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമല്ലേ? RSS അല്ലാതെ ഇത് മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയില്ല എന്ന്. എന്തിനാണ് പിന്നെ നിങ്ങൾക്ക് സംശയം? ഇന്നലെ നിങ്ങൾ വാർത്ത എഴുതി, ഈ പറയുന്ന മനോരമയും മാതൃഭൂമിയും വാർത്ത എഴുതി. ഇന്ന് ഒരു ചെറിയ വാർത്ത പോലും ഈ 2 പത്രത്തിലും ഇല്ല. ഉണ്ടോ? നിങ്ങൾക്കത് വാർത്തയല്ലാണ്ടായി. നിങ്ങൾ ഈ നാട്ടിലെ വർഗീയതയെ താലോലിക്കുകയാണ് ഈ മാധ്യമങ്ങൾ, മാതൃഭൂമിയും മനോരമയും. വർഗീയതയെ താലോലിച്ച് പ്രിയമുള്ള പത്രക്കാരെ, പത്രമുതലാളി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അവനവന്റെ കുഴി തോണ്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടിനെ നശിപ്പിക്കുന്ന വർഗീയ ശക്തികൾക്ക് വേണ്ടി കുഴലൂത്തുകാരായി ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങൾ മാറുമ്പോ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. പറയാതെ നിർവാഹമില്ല. നിങ്ങൾ എഴുതണ്ടേ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഈ മാധ്യമങ്ങൾക്കില്ലേ? പറയണല്ലോ.